എല്ലാവർക്കും നമസ്കാരം. PSC Get Job യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ അതോടൊപ്പം തന്നെ മെയിൻസിനാണെങ്കിലും ശരി വലിയ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നമ്മുടെ എക്സാംസിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോഴും നമുക്ക് കുറച്ചധികം പ്രശ്നങ്ങൾ നമ്മളെ സ്വാധീനിക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് അതിയായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാകും, പഠിക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ സ്വന്തമായി ടൈം ടേബിൾ ഉണ്ടാക്കാം, സ്റ്റഡി മെറ്റീരിയലൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ പഠിക്കുന്ന സമയത്താണെങ്കിലോ ചില സമയങ്ങളിൽ പഠനം പ്രതീക്ഷിക്കുന്നത് പോലെ മുന്നോട്ട് പോകില്ല. ചിലപ്പോഴൊക്കെ നന്നായിട്ട് സ്റ്റക്ക് ആവുകയും ചെയ്യും. നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കും, അങ്ങോട്ടേക്ക് നിൽക്കുന്നിടത്ത് തന്നെ പഠനം നമുക്ക് സ്റ്റോപ്പായി നിന്ന് പോകും. മുന്നോട്ടും പോയില്ല, ബാക്കിലോട്ടും പോയില്ല. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ നിൽക്കാറുണ്ട്. ഇതിനെല്ലാം കാരണമായിട്ട് പലപ്പോഴും നമ്മളെ സ്വാധീനിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളാവാം, ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിലെ പ്രശ്നങ്ങളാവാം, ചില സബ്ജക്റ്റിനോടുള്ള നമ്മുടെ ഇഷ്ടക്കുറവാക്കാം, ചിലത് നമുക്ക് പഠിച്ചാൽ മനസ്സിലാക്കാതിരിക്കുക. അങ്ങനെയുള്ള ഒത്തിരി സബ്ജക്റ്റ് ഉണ്ട്. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എക്കണോമിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജിയൊക്കെ ഞാൻ ഒരു വിധത്തിൽ പിന്നെയും കൊണ്ടുപോകും. പക്ഷേ എക്കണോമിക്സ് ഒക്കെ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാനിപ്പോൾ 100% എക്കണോമിക്സ് പഠിക്കുകയാണെങ്കിൽ ഇന്ന് പഠിക്കുന്നു, നാളെ ഞാൻ നേരം പുലർന്ന് അതൊന്നുകൂടെ റിവൈസ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു 55%, മാക്സിമം ഒരു 60%, അതിനപ്പുറത്തേക്ക് ഒന്നും എനിക്ക് ഓർമ്മയുണ്ടാവില്ല. അങ്ങനെയാണ് എക്കണോമിക്സിൻ്റെ കാര്യത്തിൽ. എനിക്ക് വലിയ ടഫായിട്ടുള്ള സബ്ജക്റ്റാണ്. പിന്നെ അപ്പോൾ ഇതേപോലെ എനിക്ക് മാത്രമല്ല ഒത്തിരി പേർക്കും പലതരത്തിലുള്ള സബ്ജക്റ്റുകളായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് പറ്റാത്ത സബ്ജക്റ്റുകൾ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മളെ സ്വാധീനിക്കും. അതിൻ്റെയൊക്കെ സിലബസ് കാണുമ്പോഴാണെങ്കിൽ നമുക്ക് ഒത്തിരി ഉണ്ട് പഠിക്കാനായിട്ട്. അങ്ങനെ വിചാരിക്കുമ്പോഴും നമുക്കൊരു വിഷമമൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ അതും നമ്മളെ പിന്നോട്ട് തന്നെയാണ് വരിക. എങ്ങനെയാണെങ്കിലും നമുക്ക് പഠിക്കണം, അപ്പോൾ മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്നുള്ള ഒരു ഉറച്ച തീരുമാനം എപ്പോഴും ഉണ്ടാകണം. പഠിക്കണം എന്ന അതിയായ ആഗ്രഹം എപ്പോഴും മനസ്സിലുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പഠനത്തിൽ സ്റ്റക്ക് ആവുകയാണെങ്കിലും പൂർണ്ണമായും പൂർവാധിക ശക്തിയോടെ നമുക്ക് തിരിച്ചു വരാൻ പറ്റുക തന്നെ ചെയ്യും. അതിന് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത്, ചിലപ്പോൾ നമ്മുടെ വ്യക്തിപരമായ പ്രശ്നമാവാൻ, ഞാൻ പറഞ്ഞു, ഫാമിലി ഇഷ്യൂസ് ആവാം, ചിലപ്പോൾ നമ്മുടെ കോച്ചിങ്ങിനൊന്നും പോകുന്നില്ലായിരിക്കും, നമ്മൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന ആൾക്കാരായിരിക്കും. സെൽഫ് സ്റ്റഡിയൊക്കെ നടത്തുമ്പോൾ ചിന്തിക്കുന്നതായിരിക്കും, ഞാൻ സെൽഫായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിജയിക്കാൻ സാധിക്കുമോ, മറ്റുള്ളവർക്ക് കോച്ചിങ്ങിനൊക്കെ പോകുന്നുണ്ട്, മറ്റാൾക്കാരുടെ അഡ്വൈസൊക്കെ എടുക്കുന്നുണ്ട്, അപ്പോൾ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാകും. പക്ഷേ ഫ്രണ്ട്സ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സെൽഫായിട്ട് പഠിച്ചാലും നമ്മൾ കോച്ചിങ്ങിന് പോയി കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് സ്മാർട്ടായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം പഠിക്കാൻ നിൽക്കുക. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ നമ്മുടെ മാർക്ക് ഡിവിഷനൊക്കെ നോക്കുക. അതിൽ പ്രധാനപ്പെട്ട മാർക്ക് ഡിവിഷനൊക്കെ നോക്കുക. എവിടെയൊക്കെയാണ് മാർക്ക് കൂടുതലായിട്ട്, ഏതൊക്കെ സബ്ജക്റ്റിനാണ് വന്നിട്ടുള്ളതെന്ന് നോക്കുക. അവിടെയൊക്കെ നമ്മൾ സ്ട്രോങ് ആണോ എന്നുകൂടെ ഒന്ന് നോക്കിക്കൊള്ളുക. അവിടെയൊക്കെ സ്ട്രോങ് അല്ല എങ്കിൽ നമ്മൾ ഇത്തിരി കൂടെ ഒന്ന് നമ്മൾ അത്തരം സബ്ജക്റ്റുകളിൽ നമ്മൾ വീക്കാണ്, നമ്മൾ സ്ട്രോങ് അല്ല എങ്കിൽ കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആവാൻ ശ്രമിക്കുക. കാരണം അവിടെ നിന്നൊക്കെ നമുക്ക് ഈ മാർക്ക് കൂടുതൽ ചോദിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് പരമാവധി മാർക്ക് നേടിയെടുക്കാൻ ശ്രമിക്കുക. അതൊക്കെ നമ്മളെ കോൺഫിഡൻസ് വർദ്ധിക്കും. കാരണം നമ്മളിപ്പോൾ ഒരു 100 ക്വസ്റ്റ്യൻ നമുക്ക് അത്തരത്തിൽ നിന്ന് ആ സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒരു 10, 75, 80 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നല്ല കോൺഫിഡൻ്റ് ആവും. ഷുവറാണ്, അതിന് യാതൊരു മാറ്റമില്ല. അതേസമയം നമ്മൾ അതിൽ നിന്ന് വളരെ കുറച്ച് മാർക്കൊക്കെയാണ് നമുക്ക് അതിൽ കിട്ടുന്നതാണെങ്കിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അതിൽ നമ്മളത്ര വീക്കാണെന്ന് നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാവുകയും ചെയ്യും. അതിൽ നിന്ന് അത്തരത്തിൽ ചോദ്യങ്ങൾ ഉണ്ടായാൽ നമുക്ക് ചെയ്യാനും പറ്റില്ല. ഒരു പക്ഷേ നമുക്ക് നല്ല മാർക്ക് അതിൽ നിന്ന് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ കോൺഫിഡൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് വേണം നമ്മുടെ പഠനം ക്രമീകരിക്കേണ്ടത്. പിന്നെ ഒന്ന് പറയാനുള്ളത് അതിയായ ടെൻഷനോടുകൂടി ഈ എക്സാമിനെ ഒരിക്കലും സമീപിക്കരുത് ഫ്രണ്ട്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും വലിയ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് പഠിക്കുന്നത്, സിലബസ് അനുസരിച്ച് പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടെൻഷനോട് കൂടി പഠിക്കുകയാണെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നമ്മൾ പഠിച്ച് വെക്കുന്ന കാര്യങ്ങൾ കൂടി നമുക്ക് മറന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ടെൻഷൻ കുറച്ചിട്ട് എന്നെ കൊണ്ട് പറ്റും, ഞാൻ പഠിച്ചതിൽ നിന്ന് എത്ര ചോദ്യം ചോദിച്ചാലും ഞാൻ നന്നായിട്ട് എഴുതും എന്നുള്ള രീതിയിൽ വേണം പഠിക്കേണ്ടത്. അല്ലാതെ പഠിക്കാത്ത ഒരു ഭാഗത്തെക്കുറിച്ച് വീണ്ടും ചിന്തിച്ച് അയ്യോ എനിക്ക് അവിടെ പഠിക്കാൻ പറ്റിയിട്ടില്ല, ഇനി അതിൽ നിന്ന് എത്ര മാർക്ക് ചോദിക്കും, അത് എനിക്ക് എഴുതാൻ പറ്റും എന്നൊന്നും വിചാരിക്കരുത്. ചിലപ്പോൾ അവിടെ നിന്ന് പോലും ചിലപ്പം കാണത്തില്ല, എക്സാമിന് ചോദിക്കുക പോലും ഇല്ലായിരിക്കാം. പക്ഷെ അതിനെ ഓർത്തിട്ടായിരിക്കും ഇവിടെ ടെൻഷൻ. പഠിച്ചതോ 80-85% ഇവിടെ പഠിച്ചു വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് എത്ര ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ള ചിന്തയല്ല, ഇനി അതിൽ പഠിക്കാത്തതായിരിക്കണം ചിലപ്പോൾ ചിന്ത കൂടുതൽ, നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ടെൻഷൻ ഒഴിവാക്കുക, പരമാവധി ടെൻഷൻ ഒഴിവാക്കിയിട്ട് എക്സാംസിനെ സമീപിക്കുക. അതാണ് നമുക്ക് വേണ്ടത്. ഇതിന് പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ ഈ ചില സബ്ജക്റ്റുകളൊക്കെ നമുക്ക് ടെൻഷനാണ്, ഒരു വല്ലാതെ തലവേദനയാണ്. അത്തരം സബ്ജക്റ്റുകളിൽ വലിയ ടോപ്പിക്കാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ ഷോർട്ടാക്കുക.
പഠിക്കാൻ എളുപ്പത്തിന് ചെറുതാക്കി പഠിക്കുക, കുറേശ്ശെ പഠിച്ചെടുക്കുക. അത് മാത്രമാണ് അതിനുള്ള പരിഹാരം. ഇപ്പോൾ നമുക്ക് ഒരു വലിയ ടോപ്പിക്കാണ് വരുന്നതെങ്കിൽ ഓരോ ദിവസവും അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് പഠിച്ച് എക്സാമിന് മുമ്പേ ആയിട്ട് അത് ക്ലിയർ ചെയ്തെടുക്കാൻ നോക്കുക. അല്ലാതെ ഒറ്റ ഇരിപ്പിലിരുന്ന് ആ വലിയ ടോപ്പിക്സിൽ നിന്ന് ഞാൻ പഠിച്ച് തീർത്തിട്ട് എനിക്കൊന്നും വിചാരിക്കരുത്, ആകെ മരവിച്ചു പോകും. കാരണം എന്താ വെച്ചാൽ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്നിട്ടുണ്ട്, വലിയൊരു ടോപ്പിക്കൊക്കെ എടുത്ത് വെച്ചിട്ട് ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കാം, എനിക്ക് ടഫായിട്ടുള്ള ഭാഗങ്ങൾ ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ട് ഞാൻ ഫുള്ള് പഠിച്ചിട്ടേ മറ്റേതിലേക്ക് പോകുള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് വിജയിച്ചിട്ടില്ല. അപ്പോൾ കുറേശ്ശെ പഠിച്ച് എടുത്തപ്പോഴേക്ക് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതായത് അതിനെ ചുരുക്കുക, അതായത് മുറിച്ച് അതിൻ്റെ ടോപ്പിക്കിനെ മുറിച്ച് എടുക്കുക, മറ്റ് ടോപ്പിക്സുകൾ ഇത് കുറച്ച് പഠിക്കുക, എന്നിട്ട് ബാക്കിയുള്ള സബ്ജക്റ്റിലേക്ക് പോകുക. അങ്ങനെയായിരുന്നപ്പോൾ എനിക്ക് നല്ല സിമ്പിളായിട്ട് ഞാൻ അങ്ങനെ ടഫായിട്ടുള്ള പല സബ്ജക്റ്റിലെയും പല ടോപ്പിക്സും ഞാനങ്ങനെ ഇത് ഷോർട്ടാക്കി അത് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു ടെക്നിക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അത്രയും നമുക്ക് കഠിനമായിട്ടുള്ള ടോപ്പിക്സൊക്കെ ഒറ്റ ഇരിപ്പിനിരുന്ന് പഠിക്കാൻ ശ്രമിക്കാതെ നമ്മൾ ആകെപ്പാട് തല മരവിച്ചു, ആകെപ്പാടൊരു അതിനോടൊരു താല്പര്യം പൂർണ്ണമായുള്ള ഇഷ്ടം കൂടെ കുറഞ്ഞു പോകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്, കുറേശ്ശെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. എന്നാൽ മറ്റ് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്, നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന സബ്ജക്റ്റുകളാണെങ്കിൽ നമുക്ക് കാര്യമായിട്ട് നോക്കി പോവുക, സ്പീഡായിട്ട് വളരെ വേഗത്തിൽ തന്നെ അത്തരം സബ്ജക്റ്റുകൾ ഹാൻഡിൽ ചെയ്യുക. എന്നാൽ നമുക്ക് പറ്റാത്തത് അതിനനുസരിച്ച്. പിന്നെ ഒന്ന് പറയാനുള്ളത് മാർക്ക് ഡിവിഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. നമ്മുടെ സിലബസിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഡിവിഷനുള്ള സബ്ജക്റ്റുകൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചോളാം. പിന്നെ ഒന്ന് പറയാനുള്ളത്, നമ്മുടെ വൈകിയുള്ള പഠനമാണ് എങ്കിൽ നമ്മൾ കറക്റ്റ് ടൈമിൽ ഉറക്കമൊക്കെ ക്രമീകരിക്കുക. അത് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ഉറക്കമൊക്കെ അധികം ക്രമീകരിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് അതും കൂടെ ക്രമീകരിക്കുക. പിന്നെ ഒന്ന് പറയാനുള്ളത്, നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റാണ് പഠിക്കാൻ ഇപ്പോൾ എടുത്ത് വെച്ചേക്കുന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിനോട് ചേർന്ന് വരുന്ന സ്റ്റഡി മെറ്റീരിയൽ മാത്രമേ നമ്മൾ പഠിക്കാൻ എടുത്ത് വെക്കുന്ന സ്ഥലത്ത് വെക്കാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു സബ്ജക്റ്റ് പഠിക്കാൻ എടുത്ത് വെച്ചേക്കുകയാണെങ്കിൽ നമ്മൾ ആ സബ്ജക്റ്റ് മാത്രമേ, അതും അതിനോട് ചേർന്ന സ്റ്റഡി മെറ്റീരിയൽ മാത്രമേ നമ്മൾ പഠിക്കുന്ന സ്ഥലത്ത് വെക്കാൻ പാടുള്ളൂ. മറ്റ് സബ്ജക്റ്റുകളൊന്നും വെക്കരുത്. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ആ മാറ്റി വെച്ചേക്കുന്ന സബ്ജക്റ്റുകൾ നമ്മളടുത്ത്, കാരണം നമ്മുടെ ഒപ്പം മറ്റ് സബ്ജക്റ്റുകൾ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിലും നമുക്ക് പെൻഡിങ് ഉണ്ടാകും. ചില ടോപ്പിക്സൊക്കെ നമ്മൾ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ടാകും, ചിലപ്പോൾ അതിലൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതിലും നമ്മളെ ശ്രദ്ധ പോകും. ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കാം, അതിൽ എനിക്ക് പെൻഡിങ് ഉണ്ട്, ഞാൻ ആ ടോപ്പിക്സ് ഒന്നും പഠിച്ചിട്ടില്ല, അത് കവർ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ ശ്രദ്ധ അങ്ങോട്ടും പോകും, അവിടെയും പോകും, ഇവിടെയും വരും. ഒന്നിലും ഉറച്ചൊരു പഠനം നടക്കില്ല. അതുകൊണ്ട് നമ്മൾ ഏത് ഒരു സബ്ജക്റ്റാണ് പഠിക്കുന്നതെങ്കിൽ ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് മാത്രമേ നമ്മൾ പഠിക്കുന്ന സ്ഥലത്ത് വെക്കാൻ പാടുള്ളൂ. മറ്റ് സബ്ജക്റ്റുകളൊന്നും വെക്കരുത്. നമുക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റിന് യൂസ്ഫുൾ അല്ലാത്ത ഒന്നും ഇന്ന സ്ഥലത്ത് വെക്കാതിരിക്കുക. അതാണ് ഏറ്റവും ഉത്തമം. എപ്പോഴും നമുക്ക് സേഫായിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇരുന്ന് പഠിക്കുക. ബെഡിലൊക്കെ ഇരുന്ന് പഠിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം കുറച്ച് സമയം ബെഡിലൊക്കെ ഇരുന്ന് പഠിച്ച് കഴിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും നമ്മൾ സ്ഥിരമായി കിടന്നുറങ്ങുന്ന ബെഡിലൊക്കെ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ ഉറക്കം വരും. അതുകൊണ്ട് ബെഡിലൊക്കെ ഇരുന്ന് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പാരഗ്രാഫ് വായിച്ച് കഴിയുമ്പോഴേക്ക് തന്നെ നമ്മൾ നീണ്ട ഉറക്കത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും സിമ്പിളായിട്ട് നല്ല വെളിച്ചമൊക്കെ കിട്ടുന്ന സ്ഥലത്തിരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. അത് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ പഠിക്കുന്ന സമയത്ത് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന ഏതാണോ അത് പരമാവധി അത്രയും പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുന്ന സമയത്ത് അപ്പോഴായിട്ട് എണീറ്റ് പോകാതിരിക്കുക. നമുക്ക് വെള്ളമൊക്കെ വേണമെങ്കിൽ എടുത്ത് വെച്ചിട്ടിരിക്കുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോഴായിട്ട് എണീറ്റ് പോകരുത്. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അപ്പോഴായിട്ട് എണീറ്റ് പോകാതിരിക്കുക. അതൊക്കെ നമ്മുടെ പഠനത്തെ സ്വാധീനിക്കും. കുറച്ച് വായിക്കും, എണീറ്റ് പോകും, പോയിട്ട് വന്നിട്ട് വീണ്ടും വായിക്കാം എന്നൊന്നും വിചാരിക്കരുത്. കാരണം ആ ഒരു ഫ്ലോ എങ്ങ് പോകും. അതുകൊണ്ട് നമുക്കത് കിട്ടത്തില്ല. അപ്പോൾ 1 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂർ, അരമണിക്കൂറാണെങ്കിൽ അരമണിക്കൂർ, 2 മണിക്കൂറാണെങ്കിൽ 2 മണിക്കൂർ, അത്രയും മതി. ആ പഠിക്കുന്ന സമയത്ത് അത് ഫുൾ അവിടെ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്ന് അതൊന്ന് വായിച്ചെടുത്തിട്ട് എണീക്കാൻ ശ്രമിക്കുക. അത് വളരെയധികം നമ്മുടെ പഠനത്തെ സഹായിക്കും. അതൊക്കെ നമ്മുടെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്, നമ്മുടെ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അങ്ങനെ ചെയ്യാതിരിക്കുക. ഇതൊന്ന് പറയാനുള്ളത്, എപ്പോഴും നമ്മുടെ മൈൻഡ് ഫ്രീ ആക്കി തന്നെ വെക്കുക. അധികം ടെൻഷനൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് വെക്കുക. അത് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതിനെക്കുറിച്ച് ഓവർ തിങ്കിങ് ഒന്നും നടത്താതിരിക്കുക. എക്സാം നന്നായിട്ട് എഴുതും, നന്നായിട്ട് വർക്ക് ചെയ്യും, നന്നായിട്ട് എക്സാം എഴുതും. ആ ഒരു ചിന്ത മാത്രം മതിയാകും, ഉറപ്പായിട്ടും വിജയിക്കും. അപ്പോൾ അനാവശ്യ ചിന്തകൾ ഒഴിവാക്കുക, നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുക. നെഗറ്റീവ് പറയുന്നവരടുത്തുനിന്ന് പിന്മാറുക. നെഗറ്റീവ് പറയാനായിട്ട് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ചെവി കൊടുക്കാതിരിക്കുക. അതൊക്കെയാണ് നമുക്ക് ഈ പഠിക്കുന്ന ടൈമിൽ ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. പോസിറ്റീവ് ചിന്തകളിലൂടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. ഉറപ്പായിട്ട് നല്ല വിജയം ഉണ്ടാകും. ഓൾ ദി ബെസ്റ്റ്. എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ.